നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. CPIന്റെ 98ാം രൂപീകരണ വാർഷികാഘോഷം ഇന്നലെ വൈകിട്ട് 5 മണിക്ക് കൊട്ടാരക്കരയിൽ വെച്ച് CPI സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ സഖാവ് KS ഇന്ദുശേഖരൻ നായർക്ക് സ്വാഗതം ആശംസിക്കുന്നു. സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ, ഈ മണ്ഡലത്തിലെ പാർട്ടിയുടെ സെക്രട്ടറി സഖാവ് A ഷാജിക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ മഹത്തായ ദിവസത്തിൽ സഖാവ് കോട്ടാത്തറ സുരേന്ദ്രന്റെ ഓർമ്മകൾ തുടിക്കുന്ന ഈ മണ്ണിൽ നമ്മൾ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ വഴികാട്ടിയും നേരാവകാശിയുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 98ാം ജന്മദിനം ആചരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ഈ ജന്മദിനം ഒരു പതിവുള്ള ജന്മദിനമല്ല എന്ന് നമുക്കറിയാം. ഒരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, അന്നോളം ഇന്ത്യ കേൾക്കാത്ത ആശയങ്ങളിൻ്റെ പഠിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജന്മദിനമാണ്. കാൺപൂരിലാണ് നമ്മുടെ പാർട്ടി പിറന്നത്. ഡിസംബറിൽ കാൺപൂരിൽ തണുപ്പായിരുന്നു. ഇപ്പോഴും അതെ, അപ്പോഴും അതെ. ആ തണുത്ത ദിവസം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സന്ധിബന്ധങ്ങളെയും ആവേശത്താൽ ചൂടുപിടിപ്പിച്ച പ്രഖ്യാപനവുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മം കൊണ്ടത്. അത് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യമായിരുന്നു. പൂർണ്ണ സ്വരാജ്. ആ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി മുഴക്കുമ്പോൾ കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ? ഡൊമിനിയൻ സ്റ്റാറ്റസ് അഥവാ പുത്രികാ പദവി. അധികാരം മുഴുവനും ബ്രിട്ടീഷ് ഭരണക്കാർക്ക്, അതിൻ്റെ കീഴിൽ ചില അവകാശങ്ങൾ മാത്രം കിട്ടുന്ന ഒരു സാമന്ത സർക്കാരിനെ പോലെ പുത്രികാ പദവിക്ക് വേണ്ടി കോൺഗ്രസ് പ്രമേയം പാസാക്കുന്ന കാലത്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയിലേക്ക് ഈ പാർട്ടി ആദ്യമായി ആ മുദ്രാവാക്യം എഴുതി ചേർത്തത്. പൂർണ്ണ സ്വരാജ്, പരിപൂർണ സ്വാതന്ത്ര്യം. അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും കമ്മ്യൂണിസ്റ്റുകാർ തൃപ്തരല്ല എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ഈ പാർട്ടിയാണ്. ആ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം അധ്യക്ഷൻ ഹർഷത് ബുഹാനിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ പേര് കേട്ട കവിയും സാഹിത്യകാരനുമായിരുന്നു. അദ്ദേഹമാണ് 1921 കോൺഗ്രസ് സമ്മേളനത്തിൽ, കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വേദി അന്ന്. ആ സമ്മേളനത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയം പറഞ്ഞു, കോൺഗ്രസ് ഐക്യത്തോടെ നിന്നാൽ പോരാ, ഈ പറയുന്ന പുത്രികാ പദ്ധതിയെപ്പറ്റി മിണ്ടിയാൽ പോരാ, കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുന്നത്. ആരും അയാളെ പിന്താങ്ങിയില്ല. മഹാനായ മഹാത്മാഗാന്ധി പറഞ്ഞു, ഈ മുദ്രാവാക്യം, ഈ ആശയം അപ്രായോഗികമാണ്, അതുകൊണ്ട് ഈ പ്രമേയം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ ഹർഷത് ബുഹാനിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ യോഗത്തിൻ്റെ സ്വാഗത സംഘം അധ്യക്ഷൻ. നല്ല അർത്ഥമുണ്ട്. ആ യോഗത്തിൽ സെഷൻ കൂടിയപ്പോൾ, രൂപീകരണ യോഗം കൂടിയപ്പോൾ അധ്യക്ഷനാരായിരുന്നു? അത് ശിങ്കാരവേലു ചെട്ടിയാരാണ്. ശിങ്കാരവേലു ചെട്ടിയാർ ഇതേ പ്രമേയം കൊണ്ടുവന്നു 22 കോൺഗ്രസിന്റെ ഗയാ സമ്മേളനത്തിൽ. ഇതേ ആശയം പറഞ്ഞു. അപ്പോൾ അന്തരീക്ഷം കുറച്ചൊന്ന് മാറി. അദ്ദേഹത്തിന് കുറെ പിന്തുണ കിട്ടി. പക്ഷെ ആ പ്രമേയം അംഗീകരിക്കപ്പെട്ടില്ല. ഈ പാർട്ടിയുടെ മഹത്വം എന്താണെന്ന്, ചരിത്രം എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇവിടെ മുതൽ ആരംഭിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വന്നത് അന്ന് മുതലേ എതിർപ്പുകളുടെ തീക്കാറ്റുകൾ നേരിട്ടുകൊണ്ടായിരുന്നു. ഈ ഓരോ ഗൂഢാലോചന കേസിനെ പറ്റിയും പറയുവാനുണ്ട് ഒരുപാട് നേരം. ഞാൻ അതിലേക്കൊന്നും പോവുകയല്ല. പക്ഷേ തലകുലിക്കാത്ത നിശ്ചയദാർഢ്യവുമായി വിപ്ലവബോധത്തിന്റെ കരുത്തുമായി മുന്നോട്ട് പോയ ആ സഖാക്കളെ എണ്ണത്തിൽ അവർ ചുരുക്കമായിരുന്നു. അവരെല്ലാം ആവേശം കൊള്ളിച്ചത് മാർക്സിസത്തിന്റെ വെളിച്ചമായിരുന്നു, ആശയത്തിന്റെ ചൈതന്യമായിരുന്നു.
എല്ലാ രാജ്യങ്ങളിലെയും കഷ്ടപ്പെടുന്നവരെ, പണിയെടുക്കുന്നവരെ നിങ്ങൾ സംഘടിക്കുവിൻ. നഷ്ടപ്പെടുവാൻ നിങ്ങൾക്കുള്ളത് കൈച്ചങ്കല മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച മഹത്തായ ആശയത്തിന്റെ പേരാണ് മാർക്സിസം.